ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാനെന്നാ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ട, ഇതിപ്പോൾ ഒരു കുപ്പി മോരാ ഉള്ളു. ഈ മോരും ഇതൊരു 150 ഗ്രാം വെല്ല 150 ഗ്രാം വെല്ലമുണ്ട്. പിന്നെ ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളമാണ്. ഇത് മൂന്നും കൂടി പിന്നെ തക്കാളിത്തേക്ക് നല്ല കൊല കുത്തി നല്ലോണം കായും പൂവും പിടിക്കാൻ വേണ്ടിയിട്ട്, തക്കാളിക്കെല്ലാം തന്നെ കായും പൂവും പിടിക്കാൻ, പച്ചക്കറിക്ക് കായും പൂവും പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ആക്കാൻ വേണ്ടി നല്ലൊരു ഒറിജിനൽ വളമാണ് ഇത്. ഞാൻ ഒന്ന് ഇതാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് അടിക്കാൻ കഴിയില്ല, ഇനി ഇത് ഇതാക്കി വെക്കുക വേണ്ട. ഇത് ഒരു കുപ്പി മോര് എന്താ, ഒരു കുപ്പി മോര്. ഇതിപ്പോൾ ഈ വെല്ലം ഇതിലിട്ട് വെച്ചാൽ മതി. ഇതിലിടുക, ഇട്ട് ഇനിയിപ്പോൾ ഇത് കഞ്ഞിവെള്ളം, 1 ലിറ്റർ കഞ്ഞിയുടെ വെള്ളം. ഇത് മൂന്നും കൂടി ഇതിങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇതാടിയിട്ടിട്ട് മൂടിട്ടിട്ട് അവിടെ വെക്കുക. 2 ദിവസം കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം, ദിവസവും ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് മൂടിട്ടിട്ട് ഇങ്ങനെ വെക്കുന്നതായതുകൊണ്ട് ഇത് വരും. ഇതിപ്പോൾ ഇളക്കിയിട്ടിട്ട് വെച്ച് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനകത്ത് ഒരു 25 മില്ലി എടുത്തിട്ട് നിങ്ങൾ എല്ലാ പച്ചക്കറിക്കും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കായും പൂവും ഉണ്ടാവും. നല്ലോണം പൂവുണ്ടാവും, അതിന്മേൽ പിന്നെ ഇഷ്ടംപോലെ കായും വന്നുകൊണ്ടുള്ളൂ. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഈ സൂത്രം കാണിച്ചു തരുന്നത്. ഇത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞാനിത് അടിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് 5 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരും. ആ സമയത്ത് ഇത് അടിക്കുമ്പോൾ എടുത്ത് കാണിച്ചു തരാം. അത് പിന്നെ ഇതാണ് ഇതിപ്പം അടിച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഇതേപോലെ കെട്ടിയട വെക്കുക, മൂടി കെട്ടി. ഇതിപ്പോൾ മൂടെല്ലാം ഇടുക. ഇതിനൊരു കടലാസ് ഇട്ടിട്ട് ഒരു തുണി ഇട്ടിട്ട് കെട്ടി വെക്കണം. ഇനിയിപ്പോൾ എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഇനിയിപ്പോൾ ഒരു പുതിയൊരു പരീക്ഷണമാണ്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പിന്നെ ഞാൻ സ്വാഗതം പറയാൻ മറന്നുപോയെന്നൊരു സംശയം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു മാവിൻ്റെ കൊമ്പ് കൊണ്ട് നമുക്ക് നല്ലൊരു മാങ്ങ ഉണ്ടാക്കാം. ഈ കുറ്റിയാട്ടൂർ മാവിൻ്റെ കൊമ്പ് എടുത്തിട്ട് നമുക്ക് തൈ പൊടിപ്പിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം, നമുക്ക് നോക്കാലോ ആവുമെന്ന്. ഇത് 2 കൊമ്പ് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൊമ്പ് മാവിൻ്റെ കുറ്റിയാട്ടൂർ മാവിൻ്റെ കൊമ്പ് ഇത് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ തൈ സാധാരണ കുരു പൊടിപ്പിച്ചിട്ടല്ലേ എടുക്കുന്നത്. നമുക്കിത് കൊമ്പ് കൊണ്ട് എടുക്കാൻ പറ്റുമോ നോക്കാലോ. എന്തുകൊണ്ട് കൊമ്പ് കൊണ്ട് പറ്റില്ല? തക്കാളി വരെ നമ്മളിപ്പം തൈ പൊടിപ്പിച്ചിട്ട് കിട്ടിയല്ലോ. കൊമ്പ് മുറിച്ചിട്ട് നമ്മളിപ്പോൾ തക്കാളി തൈ വരെ കിട്ടിയല്ലോ. അങ്ങനെ എന്തുകൊണ്ട് ഈ മരത്തിൻ്റെ കൊമ്പ് കിട്ടിക്കൂടാ? അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ വെച്ചാൽ 2 കഷ്ണം മാവിൻ്റെ കൊമ്പാണ്. അതിൽ നല്ല കൊമ്പാണ്. ഇത് മുറിച്ചിട്ട് ഇതേപോലെ മുറിച്ചു കണ്ട, ഇതുപോലെ മുറിച്ച് ഇതേപോലത്തെ ഒരു കഷ്ണം കൊമ്പാണ്. ഇത് ഞാനിപ്പോൾ പോകുന്നത് വെച്ചാൽ ഈ തലക്ക് ഇങ്ങനെ കുറച്ച് ചോറണ്ടുക. ഇതിങ്ങനെ കുറച്ച് ചോറണ്ടുക. ഈ ചോറണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് പൊടിപ്പിച്ച് നോക്കാമല്ലോ. നമുക്ക് ഒരു നല്ലൊരു മാത്തൈ കിട്ടിയെങ്കിൽ, വേഗം മാങ്ങയുണ്ടാകുന്ന മാവിൻ്റെ തൈ കിട്ടിയെങ്കിൽ നല്ലതല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിപ്പം നോക്കുന്നത്. ഇതൊരു പരീക്ഷണമാണ്. വിജയിക്കുമെന്ന് നോക്കാം. വിജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ തക്കാളീൻ്റെ എല്ലാം വിജയിച്ച അവസ്ഥക്ക് ഇത് വിജയിക്കേണ്ടത് തന്നെയാണ്. ഇത് കണ്ട, ഇതിങ്ങനെ ഇത്ര പേരെ ചുരണ്ടി, ഇത് കണ്ട ഈ വെള്ളം ഇത്ര പേരെ ചുരണ്ടി, ഇത് കണ്ടില്ലേ, ഇത്ര ചുരണ്ടി വെച്ചു. ഇതും കണ്ടാ, ഇത് കണ്ടില്ലേ, ഇത് ഇത് ചുരണ്ടി കളയുന്നു. ഇതിലെ മുറിച്ച് ഇതിനെന്നാ വേണ്ടത് വെച്ചാൽ, ഇതിപ്പം ഇങ്ങനെ ആയില്ലേ. ഇനിയിപ്പോൾ ഇതെന്നാ വേണ്ടത് വെച്ചാൽ ഇത് അതിൻ്റെ തേമ്പ് വരുന്ന ആ ഒരു ഇതിൻ്റെ ആളെ ഒരു ആണി പോലത്തെ അത് അതിന്മേലെ കൂടി തേർത്ത് വന്നോളൂ. അതാണ് ഇത് കണ്ട, അത് ഉണങ്ങിയതാണ്. ഇതിപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പം ഇത് കണ്ടില്ലേ, ഇത് രണ്ടും കണ്ടില്ലേ, ഇതിപ്പോൾ മുറിച്ചിട്ട് ഇപ്പം മുറിച്ച് ഇത് പൊതിരിങ്ങ് കളയുക. തേച്ചും വേണ്ട, വെള്ളം അധികമായാലും ഒരു കുപ്പിയെടുത്ത് പൊത്തി അടച്ചു വെക്കേണ്ടതാണ്. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ
ഇങ്ങനെയില്ല ഇത് ഇങ്ങനത്തെ ഒരു സഞ്ചി എടുക്കുക. ഇത് രണ്ടും ഇതിനിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇത് ഇതിപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ ഇതിങ്ങനെ തോണ്ടിങ്ങനെ എടുക്കുക. ഇത് കണ്ട ഇത് മാവ് തൈ നടാൻ മാത്രം ഇല്ല ഒരു ഇതാണ്. ഇതിനകത്ത് പോട്ടി മിശ്രിതവും നടക്കണം. കണ്ടില്ലേ ഇത് വേണ്ട ഈ തൈ നടാൻ മാത്രം. ഇത് കണ്ടില്ലേ ഇതേപോലെ തോണ്ടിങ് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം, പരീക്ഷിച്ച് നോക്കാമല്ലോ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കലാ. വിജയിക്കുന്നതാണ് എൻ്റെ വിചാരം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമില്ല. ഇത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതോടുകൂടി തന്നെ നമുക്ക് നടാം. എല്ലാവർക്കും കണ്ടില്ലേ ഇതേപോലെ കുഴിച്ച് വെച്ചു. അതേപോലെ ഇതിപ്പോൾ ഇതേപോലെ ഇതിൻ്റെ നടുക്കുന്ന് ഉണ്ടാ ഇതേപോലെ കുഴിച്ച് വെക്കുക. ഇത് നമ്മൾ ഇതല്ലേ ഇതേപോലെ കുഴിച്ചു. ഇതതിന് കണക്കായിട്ട് നമുക്ക് അത് നടാൻ കണക്കായിട്ട് പാകത്തിന് വേണം, സാധാരണ കണക്കിന്. ഇതാകുമ്പോൾ ഈ വാഴത്തടേൻ്റെ ആകുമ്പോൾ നല്ല ഈർപ്പം കിട്ടും, ഉണങ്ങിപ്പോയില്ല. അതിനാണ് ഈ വാഴത്തടി എടുക്കുന്നത്. വാഴത്തടേൻ്റെ ഉള്ളിൽ വെച്ചാലെന്ന് വെച്ചാൽ ഇത് ഉണക്കം വരില്ല. ഇത് നല്ല ഈർപ്പത്തോടെ ഇങ്ങനെ താണു നിന്നാൽ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഈർപ്പം ഉണ്ടാവുമല്ലോ, അതിനാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ കുത്തി വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബാക്കി നിറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നടാം. നോക്കാം. ഇനി എന്നാ വേണ്ടത് വെച്ചാൽ ഇനി ഒരു കറ്റാർ വാഴേൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതാണ് കറ്റാർ വാഴ. അത് ഇതിൻ്റെ ജെല്ലാണ്. ഇതിപ്പോൾ മുറിച്ചിട്ട് വേണ്ട, ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ കീറി എടുക്കട്ടെ. അതിനകത്ത് ജെല്ലെടുക്കട്ടെ. ഈ ജെല്ല് വെച്ചിട്ടാണ് അതിന് നല്ല പശ. ആ ജെല്ലിന് അതിൻ്റെ തലക്ക് നല്ല അധികം ആറ്റം വരെ നല്ല തണുപ്പുമാണ് കറ്റാർ വാഴേൻ്റെ അല്ലേ. അതിനാണ് ഇതെടുക്കുന്നത്. വിജയിച്ചെങ്കിൽ ഭാഗ്യം. നമുക്ക് നോക്കാം, വിജയിക്കുമോ നോക്കട്ടെ. ഇത് കണ്ട ഈ ജെല്ലിങ്ങനെ എടുത്തിട്ട് ഈ ജെല്ല് ഉണ്ടാ ഇതേപോലെ ജെല്ലെടുക്കുക. ഉണ്ടാ ഇങ്ങനെ ഇത് കണ്ടില്ലേ ജെല്ല് ചെടിയിലിങ്ങനെ ആക്കി വെച്ചു. മേലെ ഇങ്ങനെ വെച്ചേക്കുക. എന്നാൽ അധികം ഉണങ്ങൂല, ഉണക്കം വരില്ല. ഇത് കണ്ടില്ലേ ജെല്ലിങ്ങനെ കിട്ടി. ഇങ്ങനെ ജെല്ല് വന്ന് ആ ചെത്തിയെടുത്തോളം നമ്മൾ ജെല്ലെടുത്തു. ഇനിയിപ്പോൾ ഇതും കൂടി ആക്കാം. ഇത് എന്നിട്ട് നമുക്ക് നോക്കാം മാങ്ങ പറിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കി ഇടിൻ്റെ അടി കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ അധികം ഉണക്കം വരില്ല. അടുത്ത അടി കൊടുത്താൽ കൊമ്പ് മരക്കഷ്ണം അല്ല ഇതിൻ്റെ കഷ്ണം ഉണങ്ങിപ്പോവില്ല. അതിനാണ് ഇതും കൂടി എടുത്തു. ഇതിങ്ങനെ വെച്ച് ഇനിയിപ്പോൾ ഒരു ബാഗ് എടുക്കുക. ഇത് ചകിരിച്ചോറ് വളമാണ്. ഇത് ചകിരിച്ചോറാണ്. ഇതിപ്പം ഇത് പൊതിർത്ത് വെച്ചതാണ്. ഇത് നല്ല തണുപ്പിന് വേണ്ടിയിട്ട്. ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് വെള്ളം നനച്ച് വെച്ചതാണ്. ചകിരിച്ചോറ് നനച്ച് വെച്ചതാണ്. ഇത് കണ്ടാ. അതിന് ശേഷം ഈ സഞ്ചി ബാഗ് ഇങ്ങനെ നമ്മൾ നിർത്തി കൊടുക്കുക. ഇത് കണ്ടത് ഉണ്ടല്ലോ. ഇങ്ങനെ നിർത്തിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വാരി നിറക്കുക. കണ്ടില്ലേ. ഇത് രണ്ടെണ്ണം ഇല്ലേ. ഇത് രണ്ടും നമുക്ക് നോക്കി നോക്കാമല്ലോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് അതിന് വേണ്ടി വെച്ചാൽ ഇതേപോലെ വെക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ച് വാരിയിട്ടേ. കണ്ടില്ലേ ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതെടുക്കുക. ഇതിൻ്റെ അകത്ത് തേക്കുക. ബാക്കിയുള്ള ജെല്ല് എടുത്തിട്ട് ബാക്കിയുള്ള ജെല്ല് ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തൊന്ന് തേച്ച് വെച്ചേക്കുക. കണ്ടില്ലേ ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആക്കുക. ഇതിൻ്റെ ജെല്ലിങ്ങനെ
എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇടയാക്കി വെക്കുക. ഉണ്ടല്ലേ പശ ഇതേപോലെ ആക്കി ആക്കി വെച്ചില്ലേ, അതേപോലെ തന്നെ ഇതിനും ഇതേപോലെ ആക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി ഇതെടുത്തിട്ട് നല്ല നമുക്കൊന്ന് താത്തി വെച്ച് നോക്കാലോ. എന്താ ഉണ്ടല്ലേ, ഇതൊന്ന് താത്തി വെച്ചു. ഇനിയിപ്പോൾ മറ്റേ ഇതും ഒന്ന് താത്തി വെക്കട്ടെ. ഇതും ഉണ്ടോ, ഇതും കൂടി അങ്ങ് താത്തി വെച്ച് ഇത് മെല്ലെ എടുത്തിട്ട് ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ ഈ രാത്ത് താത്ത് വെക്കുക. ഈ രാത്ത് താത്ത് വെക്കുക. ഇത് ബാഗ് കുറച്ച് വലുതായിപ്പോയി. ആ ചെറിയതാണെങ്കിൽ നല്ല സുഖമായിട്ട് ആവുമായിരുന്നു. ബാഗ് കുറച്ച് വലിപ്പമുണ്ട്. ഇത് ഇതിനകത്ത് താത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ അമർത്താട വെക്കുക. അമർത്താട വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക. അതിന് ശേഷം ഈ പൊടി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറക്കുക. കണ്ടില്ലേ, കുറച്ച് ജാസ്തി ആയിട്ട് ഇട്ടപ്പോലെ വേണ്ട, കുറച്ചായിട്ടുണ്ട്. അടിയിൽ നിലത്ത് വെക്കുന്നതായിട്ട് കുറച്ച് മതി. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ 4 ഓറോ നിറച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ടാകുമ്പോൾ ചകരിച്ചോറ് ഇതിനകത്തേ കൂടി നിറച്ച് കൊടുക്കുക. നല്ലപോലെ നല്ല സൈഡിലേ കൂടി നല്ലോണം നിറച്ചിട്ട് നേരെ അവിടെ നിർത്തുക. കണ്ടില്ലേ, ഇതേപോലെ നിർത്തുക. എന്താ ഇതുണ്ട്, ഇതേപോലെ നല്ലോണം കുത്തി അമർത്ത് അവിടെ നിറച്ച് വെക്കുക. ഉണ്ടോ, ഇതേപോലെ നിറച്ചില്ലേ. ഇനിയിപ്പം കുറച്ചും കൂടി നിറക്കാം. ഇതിന് കുറച്ച് അങ്ങിയല്ല. ഇതിപ്പോൾ അതിന് ശേഷം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിറച്ചില്ലേ, ഇതേപോലെ നിറച്ച് വെക്കുക. ഇത് കണ്ട, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ നിറച്ചിട്ടവിടെ വെക്കുക. അതിന് ശേഷം ഇതും കൂടി നിറക്കട്ടെ. ഇതും കൂടി നിറക്കട്ടെ. ഇതും കൂടി താത്ത് വെക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തെല്ലാം നിറച്ച് നമ്മൾ വളമൊന്നും ഇട്ടിട്ടില്ലേ, വെറും ചകിരിച്ചോറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വളം ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും ഇതാണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നോക്കുന്നതായതുകൊണ്ട് ഒരു വളവും ഇട്ടിട്ടില്ല. ചകിരിച്ചോറ് മാത്രം പൊതിർത്തിട്ട് അതാകുമ്പം ഉണക്കും ഉണ്ടാവില്ല, നല്ല ഈർപ്പം കിട്ടും, ഉണങ്ങിപ്പോവില്ല. അതുകൊണ്ടാണ് ഈ ചകിരിച്ചോറ് മാത്രം ഇട്ട് മണ്ണെടുക്കാൻ ഞാതാണ്. മണ്ണ് വേണ്ട, മണ്ണാകുമ്പോൾ ഉറച്ച് പോയി ഉറച്ച് പോകണ്ട. ചകിരിച്ചോറാകുമ്പോൾ പിന്നെ നമുക്ക് മണ്ണിൽ പൊടിക്ക് മണ്ണിലാക്കാം. ഇനി തൽക്കാലം ഇതിങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടെ. കിട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയെങ്കിൽ നമുക്കിങ്ങനെ തൈ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ നല്ലപോലെ തൈ ഉണ്ടാക്കും. കണ്ടില്ലേ, കണ്ടാ, കണ്ടില്ലേ, 2 ഇത് നട്ടു. പിന്നെ ഇനിയിപ്പം 2 ആയി.
ഇനിയിപ്പോൾ ഇനി നമുക്ക് വെള്ളം നനക്കണം അല്ലേ? വെള്ളം നനക്കേ. ഞാൻ ഇതിനിടയ്ക്ക് തക്കാളി ഞാൻ കൊമ്പ് മുറിച്ചിട്ട് നട്ട ആ ഒരു ഇതുണ്ട്, അത് നമുക്കൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതിപ്പം കണ്ടില്ലേ, ഇതാ ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാ എന്താ കുറച്ച് വെള്ളം, നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ ഉണങ്ങിപ്പോകുന്നതായിട്ട് ഒരു കുപ്പി മുറിച്ചിട്ട് അങ്ങ് ഈ മുട്ടാതെ കണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. കുപ്പി കണ്ടില്ലേ, ഇതിങ്ങനെ മുറിച്ചിട്ട് ഈ കുപ്പി എടുത്തിട്ട് ഇതാ ഇതിങ്ങനെ ഇനി മുട്ടാണ്ട് നമ്മളിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടാ, ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു കുപ്പി കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ ഒരു കുപ്പി കൂടി വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു കുപ്പിയും കൂടി നമുക്കിത് വെച്ച് ഇട്ട് കൊടുക്കാം. എന്താ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ദിവസവും നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുക. നമുക്ക് നോക്കാമല്ലോ. ഇതിപ്പോൾ